മക്കളെ അൺഎയ്ഡഡ് സ്കൂളിലാക്കിയ എയ്ഡഡ് സർക്കാർ അധ്യാപകരെ കണ്ടെത്താൻ സർക്കാർ പട്ടിക തയ്യാറാക്കി പ്രസിദ്ധീകരിക്കും. ഇത്തരക്കാർ പൊതുവിദ്യാലയങ്ങളുടെ വിശ്വാസ്യത കുറയ്ക്കുന്നുവെന്ന വിലയിരുത്തലിന്റെ പശ്ചാത്തലത്തിലാണ് നടപടി. വിവിധ കേസുകളിൽ കുറ്റക്കാരായ അധ്യാപകർക്കെതിരെ നടപടിയെടുക്കാനും സർക്കാർ തീരുമാനിച്ചു. 120 പേരുടെ പട്ടിക വിദ്യാഭ്യാസ വകുപ്പ് തയ്യാറാക്കി. ഗോപാൽ ഷീല സനൽ വിവരങ്ങൾ പങ്കുവയ്ക്കാൻ ചേരുന്നുണ്ട്. ഗോപാൽ, ഈ മക്കളെ അൺഎയ്ഡഡ് സ്കൂളിലാക്കിയ അധ്യാപകരുടെ പട്ടിക എങ്ങനെയാണ് സർക്കാർ കണ്ടെത്തുക? അതോടൊപ്പം തന്നെ ഏതൊക്കെ കേസുകളിൽ കുറ്റക്കാരാണെന്ന് കണ്ടെത്തിയ അധ്യാപകർക്കെതിരെയായിരിക്കും കർശന നടപടി ഉണ്ടാവുക? സ്നേഹ, വിവിധ വിദ്യാലയങ്ങൾ, അതായത് കഴിഞ്ഞ ഒന്നും രണ്ടും പിണറായി സർക്കാർ അധികാരത്തിൽ വന്നപ്പോൾ അറിയിച്ചത് പൊതുവിദ്യാഭ്യാസ മേഖലയിൽ വലിയ മാറ്റമുണ്ടായി എന്നാണ്. പൊതുവിദ്യാലയങ്ങളിലേക്ക് കൂടുതൽ കുട്ടികൾ എത്തിയിട്ടുണ്ട് എന്നതാണ്. എന്നാൽ ഈ അടുത്ത കാലത്തായി വന്ന ചില കണക്കുകളിൽ മുൻ വർഷങ്ങളെ അപേക്ഷിച്ച് പൊതുവിദ്യാലയങ്ങളിലെ കുട്ടികളുടെ എണ്ണത്തിൽ കുറവ് വന്നിട്ടുണ്ട്. ഈ ഘട്ടത്തിൽ കൂടിയാണ് ഇപ്പോൾ ഇത്തരത്തിലൊരു നിലപാടിലേക്ക് പൊതുവിദ്യാഭ്യാസ വകുപ്പ് എത്തിയിരിക്കുന്നത്. സർക്കാർ എയ്ഡഡ് സ്കൂളുകളിലെ അധ്യാപകർ അൺഎയ്ഡഡ് സ്കൂളുകളിൽ വിദ്യാർത്ഥികളെ, സ്വന്തം മക്കളെ പഠിപ്പിക്കുന്നതായി ചില വിവരം വിദ്യാഭ്യാസ വകുപ്പിന് ലഭിച്ചിട്ടുണ്ട്. അത്തരത്തിലുള്ള അധ്യാപകരുടെ പട്ടിക തയ്യാറാക്കാനാണ് ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത്. ഇവർക്കെതിരെ അച്ചടക്ക നടപടി എടുക്കുന്നത് സംബന്ധിച്ച കാര്യത്തിലൊന്നും തീരുമാനമൊന്നും ആയിട്ടില്ല. ഇവർ സ്വന്തം നിലയ്ക്ക് മാറി ചിന്തിച്ച് കുട്ടികളെ പൊതുവിദ്യാലയങ്ങളിലേക്ക് എത്തിക്കട്ടെ എന്നാണ് വിദ്യാഭ്യാസ വകുപ്പിന്റെ വിലയിരുത്തൽ. ഇത്തരം അധ്യാപകർ പൊതുവിദ്യാലയങ്ങളെ കുറിച്ചുള്ള അല്ലെങ്കിൽ അതിന്റെ ഒരു വിശ്വാസ്യത പൊതുസമൂഹത്തിന് മുന്നിൽ കുറച്ചു കാണിക്കുന്നതിന് കാരണമാകുന്നുവെന്നും പൊതുവിദ്യാഭ്യാസ വകുപ്പ് വിലയിരുത്തുന്നുണ്ട്. കൂടാതെ തന്നെ വിവിധ കേസുകളിൽ പ്രതികളായിട്ടുള്ള കുറ്റം തെളിയിക്കപ്പെട്ട അധ്യാപകർക്കെതിരെ അച്ചടക്ക നടപടി എടുക്കാനും പൊതുവിദ്യാഭ്യാസ വകുപ്പ് ആലോചിക്കുന്നുണ്ട്. ഇത്തരത്തിലുള്ള 120 അധ്യാപകരുടെ പട്ടിക വിദ്യാഭ്യാസ വകുപ്പ് തയ്യാറാക്കിയിട്ടുണ്ട്. പോക്സോ, ലഹരി, സാമ്പത്തിക തട്ടിപ്പ് തുടങ്ങിയ കേസുകൾ പ്രതിയായ അധ്യാപകരാണ് ഇതിൽ ഭൂരിഭാഗവും ഉള്ളത്. ഇത്തരം അധ്യാപകരെ സർവീസിൽ നിന്ന് പിരിച്ചുവിടുന്നതടക്കമുള്ള നടപടികളാണ് സർക്കാർ ആലോചിക്കുന്നത്.